ഞങ്ങൾ ദീർഘദൂര മിസൈലുകൾ തരാം, പക്ഷേ റഷ്യയുടെ തലക്കിട്ട് തന്നെ, അതായത് മോസ്കോയ്ക്കിട്ട് തന്നെ മിസൈലുകൾ പതിപ്പിക്കണം, അവിടെ തരിപ്പണമാക്കണം. ട്രംപാണ് സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത്. വെടിനിർത്തൽ ഒരു വശത്ത് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന അതേ ട്രംപ് തന്നെയാണ് ഇത്തരത്തിൽ സെലൻസ്കിയോട് ആവശ്യപ്പെടുന്നത്. ഒരു നിലപാടില്ലാത്ത മനുഷ്യനായി കുറച്ച് നാളുകളായി തന്നെ ട്രംപ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന്. അദ്ദേഹം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലും അതോടൊപ്പം തന്നെ ഗാസയും തമ്മിലുള്ള സംഘർഷവും താൻ പ്രസിഡന്റായി ചുമതലയേറ്റാൽ ആ ദിവസം തന്നെ 24 മണിക്കൂറുള്ളിൽ തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ രണ്ടും നടന്നിട്ടില്ല. അതിനിടയിൽ തന്നെ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ പാകിസ്ഥാൻ ആയാലും ഇറാൻ ഇസ്രയേൽ ആയാലും ഇസ്രയേൽ അറിയാലോ ഒരേ സമയം പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ പുതിയ പുതിയ യുദ്ധമേഖലകൾ തുറന്നു വരുമ്പോൾ അദ്ദേഹം ഇതിൽ ഇടപെടുന്നതായി അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുന്നു. അവസാനം പറയുകയാണ്, അദ്ദേഹം തന്നെ കരയുകയാണ്. കാരണം എല്ലാ സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ഓടിയെത്തി അത് അവസാനിപ്പിക്കുന്നത് ഞാനാണ്, പക്ഷേ എനിക്ക് കൃത്യമായി പരിഗണന ലഭിക്കില്ല എന്ന് പറയുന്നു. അതിപ്പോൾ മാറി മാറി അത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമായി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ കൂടി അതിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, അദ്ദേഹത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കണം. ആ രീതിയിൽ ഒരു കോമാളിയായാണ് നിലവിൽ ട്രംപ് മാറിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് മറ്റൊരു പ്രതിസന്ധിയും കൂടി ലോകത്തിന് വരുത്തി വയ്ക്കുന്നത്. റഷ്യയെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. നമുക്ക് റഷ്യയുമായി ബന്ധപ്പെട്ട് അറിയാം, അവർ ആയുധപരമായും സൈനികപരമായും ആണവായുധം വരെ കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ആ രാജ്യത്തെയാണ് നിലവിൽ ട്രംപ് ഒരു കോമാളിയെ പോലെ കണ്ട് ഇദ്ദേഹം പെരുമാറുന്നത്. പക്ഷേ യഥാർത്ഥ കോമാളി ഇദ്ദേഹമാണ്. കാരണം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി തന്നെ ഒരു 2.5 വർഷത്തിലധികമായി ആ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതിന് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സെലൻസ്കിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ദീർഘദൂര മിസൈലുകൾ തരാം, നിങ്ങൾ റഷ്യ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ യുക്രൈൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യമാണ്. പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സോവിയറ്റ് യൂണിയനോടൊപ്പം ഈ റഷ്യയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയാണ് യുക്രൈൻ. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അധിക കാലമൊന്നും ഈ റഷ്യയോടൊപ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സൈനികമായി ആയുധപരമായും വലിയ രീതിയിൽ മുന്നേറ്റമുള്ള ഒരു രാജ്യമാണ് ആ രാജ്യം. പക്ഷെ എങ്ങനെ ഇത്രയും നാൾ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഈ രാജ്യത്തിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് ഇവർക്ക് വലിയ സാമ്പത്തികം നൽകുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രംപ് വന്നപ്പോൾ നാമെല്ലാം വിചാരിച്ചത് ട്രംപ് ഈ സെലൻസ്കിയുമായി ചർച്ച നടത്തുമെന്ന് വിചാരിച്ചു. അതിനിടയിലാണ് അന്ന് സെലൻസ്കിയെ അദ്ദേഹം അപമാനിച്ചു വിടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പെട്ടെന്നൊരു മാറ്റം വന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇത് നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കുറച്ചു നാൾ ഇന്ത്യയെ പിന്തുണയ്ക്കുക, പിന്നീട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുക, അവസാനം ഇന്ത്യക്കെതിരായി രംഗത്ത് വരിക, പിന്നീട് പറയുക ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് ഞാനെന്ന് പറയുക. അപ്പോൾ ഇന്ത്യ പറയുകയാണ് ട്രംപിന് ഇതിൽ കൃത്യമായി പങ്കില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് പാകിസ്ഥാനാണ് എന്നെ വിളിച്ചത്. തുടക്കം പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചത് ഞാനാണെന്ന അദ്ദേഹം അവകാശപ്പെടുമ്പോൾ അവസാന ഘട്ടത്തിൽ പറയുകയാണ് പാകിസ്ഥാൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പാകിസ്ഥാനുമായാണ് സംസാരിച്ചത്, ഇന്ത്യയുമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയിലെ ജനങ്ങൾ പോകുന്നത് വലിയ നാണക്കേടാണ്. ഒരു കാലത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ലോകത്തെ പോലീസായി അറിയപ്പെട്ടിരുന്ന, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു രാജ്യമായിരുന്നു ഒരു കാലത്ത് അമേരിക്ക. പക്ഷേ ഈ ട്രംപിന്റെ രണ്ടാം വരവ് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നികുതി തീരുവ വലിയ രീതിയിൽ ചുമത്തുകയാണ്, ചൈനയ്ക്കെതിരെ തിരിയുകയാണ്. പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുന്നു. ഇദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ ഇത് പറഞ്ഞോളൂ, ഈ ലോക പോലീസ് എന്ന് തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ നമുക്ക് വിശേഷിപ്പിക്കുന്നത്. ആ വ്യക്തിയാണ് ഈ പറയുന്നത്. ഓരോ പരാമർശങ്ങളും വെറുതെ ഒരു ജോക്കർ പറയുന്ന രീതിയിൽ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പറയാണ്. ഒരു സാധാരണ വ്യക്തി എങ്ങനെയാണ് പറയുന്നത് ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ റഷ്യ വലിയ രീതിയിൽ ഒരു പക്ഷേ ഉക്രൈനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടൊരു മിസൈൽ എങ്ങാനും വിട്ട് കഴിഞ്ഞാൽ തലസ്ഥാനത്തേക്ക് മോസ്കോയിലേക്ക് ഒരു മിസൈൽ വിട്ടാൽ റഷ്യ വെറുതെ ഇരിക്കും. അത് വലിയൊരു യുദ്ധത്തിലേക്കാണ് കലാശിക്കുക. ഇതൊന്നും അറിയാണ്ട് ശരിക്കും ട്രംപ് ഈ ലോകരാജ്യങ്ങളെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പം നാളെ ഒരു സമയത്ത് ഇപ്പം അമേരിക്ക വേൾഡ് പോലീസാണ് എന്നൊക്കെ പറയും തോറും നമുക്കറിയാം
വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ തകർത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എത്ര വികസിത രാജ്യമാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഒന്ന് നിന്നാൽ മതി അമേരിക്ക തരിപ്പണമാവാൻ. പക്ഷേ അതറിയാണ്ട് അമേരിക്കൻ ജനതയെ കൂടി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടല്ലേ ട്രംപിന്റെ ഈ പോക്ക്. അല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വലിയ സംഘർഷം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഇറാനെ ആക്രമിക്കാനായി ബോംബർ വിമാനങ്ങൾ അവിടെ അയക്കുകയും പിന്നീട് അവിടുത്തെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഇവരുടെ വ്യോമത്താവളങ്ങൾ, ബേസ് ക്യാമ്പുകൾ ആക്രമിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ബേസ് ക്യാമ്പുകൾ, അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ഇറാൻ ആക്രമിക്കുകയാണ്. അതിന് സമാനമായ ഒരു നീക്കം തന്നെയായിരിക്കും ചിലപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അങ്ങനെ അമേരിക്ക നൽകുന്ന ഇത്തരം ക്രൂയിസ് മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ റഷ്യ സ്വാഭാവികമായി അമേരിക്ക ആക്രമിക്കേണ്ട രീതിയിലേക്ക് വരികയാണ്. ട്രംപ് എന്തായാലും ഈ 4 വർഷം വളരെ ആശങ്കയോടുകൂടിയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ എടുത്തുചാട്ടവും കോമാളി തീരുമാനങ്ങളും വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് വലിയ രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ റഷ്യയെ സംബന്ധിച്ച നമുക്കറിയാവുന്ന കാര്യമാണ്. റഷ്യക്ക് കൃത്യമായി തന്നെ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചപ്പോൾ അവർ കുറച്ച് അവരുടെ സ്വന്തം കഴിവിലായിരുന്നു അന്ന് ഈ അമേരിക്കയിലെ ഈ ബേസ് ക്യാമ്പുകൾ ആക്രമിച്ചത്, ഗൾഫിലെ ബേസ് ക്യാമ്പുകൾ ആക്രമിച്ച. മറിച്ച് റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ ഉത്തര കൊറിയയും അതോടൊപ്പം തന്നെ ചൈനയും അടക്കമുള്ള പല രാജ്യങ്ങളും റഷ്യയോടൊപ്പം നിൽക്കും. അമേരിക്കയ്ക്ക് അങ്ങനെ വലിയ രീതിയിൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ച് കടന്നു കളഞ്ഞതുപോലെ അങ്ങനെ എളുപ്പമാകില്ല. ആ രീതിയിലേക്കുള്ള ഈ ചൈനയുടെ തീരുവ യുദ്ധം തന്നെ അവിടുത്തെ ജനങ്ങളെ വല്ലാണ്ട് സ്വാധീനിച്ചു, വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അമേരിക്ക എന്ന് പറയുന്ന വികസിത രാജ്യമാണെങ്കിലും അവിടെ ഇത്തരത്തിലുള്ള തീരുവ യുദ്ധങ്ങളും ട്രംപ് ഏർപ്പെടുത്തുന്ന പല കാര്യങ്ങളും അവിടെയും വിലക്കയറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കാണുന്ന USA, ന്യൂയോർക്കൊക്കെ അതിൻ്റെ ഒരു പൊതുവധിയിൽ മാത്രമേ കാണുന്നു. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയ ദരിദ്രരായിട്ടുള്ളവർ അവിടെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരാണ്. അപ്പോൾ ദരിദ്രരായിട്ടുള്ളവരും അമേരിക്കൻ വംശജരും ഉൾപ്പെടെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇന്നും അവരെയൊക്കെ എങ്ങനെ പരിപാലിക്കണം? ഡ്രഗിന് അഡിക്റ്റഡ് ആയിട്ടുള്ള നിരവധി പേര് അവർ സ്ട്രീറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയിലും പലവിധ പ്രതിസന്ധികൾ നടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്വന്തം രാജ്യം നേരെയാക്കാനോ നന്നാക്കാനോ ശ്രമിക്കാതെ മറ്റുള്ള രാജ്യങ്ങളെ പരസ്പരം അടിച്ച് അതിൽ നിന്ന് കണ്ട് രസിക്കുന്ന ഒരു മാനസിക രോഗിയായില്ലേ ട്രംപ്? അതെ, അദ്ദേഹത്തിന്റെ 2ാം വരവ് അദ്ദേഹത്തിന് കുറച്ച് പ്രായം വർദ്ധിച്ചപ്പോഴാണ് വന്നത്. അതിന്റെ ഒരു പ്രശ്നമാണോ എന്ന് അറിയില്ല. അദ്ദേഹം നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യ ആക്രമിക്കുകയാണ്, ഉത്തര കൊറിയ ഈ രംഗത്തേക്ക് ഇറങ്ങും. ഉത്തര കൊറിയ അറിയാലോ, ഒരു ആണവ ശക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ ഭരണാധികാരിക്ക് തന്നെ ഇദ്ദേഹത്തെക്കാൾ വലിയ കിളി പറന്ന ഒരാളാണ് അവിടുത്തെ ഭരണാധികാരി. അദ്ദേഹം എന്തും ചെയ്യും. ആ രീതിയിലേക്കുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പലതവണ ഉണ്ടായിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു രാജ്യം തന്നെയാണ് ചൈന. അങ്ങനെ പുതിയ രാജ്യങ്ങൾ ഈ അമേരിക്കക്കെതിരെ ഒന്നിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാവും. കാലം മാറിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പഴയ അമേരിക്ക എന്ന് കരുതിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിപ്പോൾ ഏറ്റവും അധികം കടമുള്ള ഒരു രാജ്യമായി അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഇദ്ദേഹത്തിന് എതിരായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും റഷ്യയോടൊപ്പം ചിലപ്പോൾ ചേർന്നുകൊണ്ട് ട്രംപിനോട് വല്ലാണ്ട് വിരോധമുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം അവർക്ക് ഈ കൃത്യമായിട്ടുള്ള തീരുവയായാലും മറ്റുള്ളത് അടിച്ചേൽപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെയും വ്യാവസായിക മേഖലയിലും ഒക്കെ വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അല്ലെ, രാജ്യങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന് പണം മുടക്കി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായി നിയന്ത്രിച്ച ഒരു കോടീശ്വരനാണ് എലോൺ മസ്ക്. അദ്ദേഹത്തെ പോലും ഈ ട്രംപ് പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ നീക്കം. ഇപ്പോൾ ഏറ്റവും പ്രധാന ശത്രുവായി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ആളെയാണ്. കാരണം അങ്ങനെ കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ്. ഇദ്ദേഹം ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ആ രാജ്യത്തെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.